ആക്സിഡന്റ് പറ്റി ആസ്പത്രികളിൽ കഴിയുന്നവരുണ്ട്, വീടുകളിൽ ഒരുപാട് കാലമായി കഴിയുന്ന ആളുകളുണ്ട്, പല രൂപത്തിലുള്ള പ്രയാസങ്ങളുള്ളവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പരിപൂർണമായ ശിഫ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഓരോ രോഗികളും അതുപോലെ തന്നെ ഓരോ ജനാസകളും നമ്മോട് വിളിച്ചു പറയുകയാണ്, ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, ഓ മനുഷ്യ, നിനക്ക് യാത്രക്കടുത്തിട്ടുണ്ട്, നിന്റെ ആ പോക്കിനുള്ള ദിവസത്തിനുള്ള കാര്യത്തിൽ നീ നന്നാക്കിക്കോ. മരിക്കുമ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ആരൊക്കെ നമ്മുടെ മരണത്തിൽ വേദനിക്കുന്നു വിഷമിക്കുന്നു എന്നതിലല്ല, പോകുന്ന മരിക്കുന്ന ഓരോ വ്യക്തിക്കും ഓരോ സ്ത്രീക്കും പുരുഷനും അവന് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? അത് ചുറ്റുഭാഗത്തുള്ളവർക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാകുന്നത് അവന് മാത്രമാണ്. അവനെ സൃഷ്ടിച്ച റഹ്മാനായ റബ്ബിന് മാത്രമാണ് മനസ്സിലാവുക. അതെ, എങ്ങനെ ഒരു മനുഷ്യന്റെ അന്ത്യം സംഭവിച്ചു, എങ്ങനെ ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് അവസാന ശ്വാസം വലിച്ച് യാത്രയായി എന്ന് ലോകത്ത് ഏത് മാനദണ്ഡം ഉപയോഗിച്ച് ആർക്കാണ് അളക്കാൻ സാധിക്കുന്നത്? അത് പരിപൂർണമായി അറിയുന്ന ഏകനായ റബ്ബ്, ആ റബ്ബിന് മാത്രമേ അതറിയൂ. അതുകൊണ്ട് നിരന്തരം നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവേ, ഹുസ്നുൽ ഖാത്തിമത്ത് നൽകിക്കൊണ്ട് നീ അനുഗ്രഹിക്കണേ, സൂൽ ഖാത്തിമത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ നാഥാ എന്ന് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? അതെ, ഏറ്റവും മെച്ചപ്പെട്ട ഒരന്ത്യം ഞങ്ങൾക്ക് നൽകണമെന്ന്, മോശപ്പെട്ട ഒരന്ത്യത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് രക്ഷ നൽകണമെന്ന് ചോദിക്കാത്ത ദിനങ്ങളുണ്ടോ? നമ്മൾ എപ്പോഴും അത് പറയേണ്ടവരല്ലേ? മഹാരഥന്മാരായ ആളുകൾ വരെ അന്ത്യത്തെക്കുറിച്ച് വല്ലാതെ ബേജാറായില്ലേ? തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സച്ചരിതരായ നല്ലവരായ ആളുകളോടൊപ്പം സ്വർഗത്തിൽ ചേർത്ത് തരണം എന്ന് പ്രാർത്ഥിച്ചത് മഹാരഥനായ ഒരു നബിയാണ്, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഇരുത്തം, നമ്മുടെ ഈ ശ്രമങ്ങൾ, നമ്മുടെ ഈ അധ്വാനങ്ങൾ, നമ്മൾ ഈ സ്നേഹത്തോടെ ബന്ധുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ കാത്തിരിക്കുന്നത് അർഹമുർ-റാഹിമീനായ റബ്ബിന്റെ അടുക്കലേക്ക് യാത്ര പോകുന്ന അവസാനത്തെ നിമിഷത്തിൽ എനിക്ക് ശാന്തി വേണം, എനിക്ക് സമാധാനം വേണം, എനിക്ക് സുരക്ഷിതത്വം വേണം, എനിക്ക് സന്തോഷത്തിന്റെ കാഴ്ചകൾ കാണാൻ കഴിയണം, സന്തോഷത്തിന്റെ വാർത്തകൾ കേൾക്കാൻ കഴിയണം. അതിനെന്താണ് മാർഗമെന്ന് റബ്ബ് പഠിപ്പിക്കാതെ അനാഥരാക്കി നമ്മെ വിട്ടിട്ടില്ല. നിന്റെ അന്ത്യം നന്നാവണോ, നിനക്ക് ആനന്ദത്തോടെ ഈ ലോകത്തോട് വിട പറയണോ? അല്ലാഹു പറയുന്ന കാര്യം എല്ലാവർക്കും ശ്രദ്ധിക്കാവുന്ന, വളരെ ലളിതമായ, ശ്രദ്ധിച്ചാൽ നമുക്കും നേടിയെടുക്കാവുന്ന അതിമഹത്തരമായ കാര്യമല്ലേ റബ്ബ് പറഞ്ഞിട്ടുള്ളൂ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതാണ്. സഹോദരങ്ങളെ, ഈ വയനാടിന്റെ പ്രദേശത്ത് നിന്ന് നമ്മൾ ഈ പരിപാടി കഴിഞ്ഞു പോകുമ്പോ നമ്മുടെ മനസ്സിൽ നിലനിൽക്കേണ്ട ഒരു വചനം, അല്ലാഹ് ഇവിടെ എങ്ങനെ ജീവിക്കണം എന്നതല്ല, ഇവിടെ എനിക്ക് എല്ലാവരുടെയും സ്നേഹം എങ്ങനെ ആർജിച്ചെടുക്കാൻ സാധിക്കും എന്നല്ല, ഇവിടെ എല്ലാവരും എന്നെ കാണുമ്പോൾ വെറുക്കാതെ മരിക്കുന്നതിന്റെ മുമ്പ് എല്ലാവരെയും ഒന്ന് കെട്ടിപ്പിടിച്ച് എല്ലാവരുമായും ഒന്ന് സ്നേഹം പങ്കുവെച്ച് ആരും എന്നെ വെറുക്കാതെ എല്ലാവരും എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പോകണം എന്നതുമല്ല, അതിനേക്കാൾ ഉപരിയാണ് കാര്യം. റഹ്മാനായ നാഥ, ആര് എന്നെ സ്നേഹിക്കുന്നു എന്നതിലപ്പുറം നിന്റെ സ്നേഹം എനിക്ക് നീ നഷ്ടപ്പെടുത്തരുത്. ആര് എന്നെ വെറുക്കുന്നു, കൈയൊഴിക്കുന്നു എന്നതിൽ എനിക്ക് പ്രശ്നമല്ല നാഥ. നീ എന്നെ വെറുക്കാൻ പാടില്ല, നീ എന്നെ കൈയൊഴിക്കാൻ പാടില്ല. അതുകൊണ്ട് റബ്ബ് പറയാണ്, നിന്നെ കൈയൊഴിക്കില്ല, നിനക്ക് എല്ലാ അർത്ഥത്തിലും ശാന്തി പകരും, സമാധാനം തരും, സന്തോഷിപ്പിക്കും. നീ ഇവിടെ നിന്ന് യാത്ര പോകുന്ന അവസാന നിമിഷത്തിൽ നിന്നോട് സന്തോഷത്തിന്റെ വാക്കുകളെ പറയൂ. അതിന് നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്
തീർച്ചയായും ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിച്ചവർ, ഞങ്ങളുടെ രക്ഷിതാവ്, ഞങ്ങളുടെ യജമാനൻ, ഞങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവായ നാഥനാണെന്ന് പ്രഖ്യാപിച്ചവർ, ആ പ്രഖ്യാപനം നാവിലൊതുക്കിയാൽ പോരാ, സുമ്മസ്തഖാമൂ, പിന്നീട് അതിനനുസരിച്ചുകൊണ്ട് ആ റബ്ബിന്റെ കൽപ്പനകളെ മാനിച്ചുകൊണ്ട് ആ അർത്ഥത്തിൽ നീ അങ്ങോട്ട് ഇസ്തിഖാമത്ത്, അതേ രീതിയിൽ നീ മുന്നോട്ട് പോയാൽ, ആ റബ്ബ് പഠിപ്പിച്ച വിശ്വാസങ്ങളിലൂടെ, ആ റബ്ബ് പഠിപ്പിച്ച ആചാരങ്ങളിലൂടെ, ആ റബ്ബ് പഠിപ്പിച്ച സ്വഭാവങ്ങളിലൂടെ, ആ റബ്ബ് പഠിപ്പിച്ച കർമ്മമണ്ഡലത്തിലൂടെ, ആ റബ്ബ് നമുക്ക് നിശ്ചയിച്ചു തന്ന റൂട്ടിലൂടെ കൃത്യമായി നീ അങ്ങോട്ട് മുന്നോട്ട് ചരിക്കാൻ സന്നദ്ധനാണെങ്കിൽ അല്ലാഹു പറയുന്നു, നീ ഭയപ്പെടണ്ട. തതനസ്സലു അലൈഹിമുൽ മലായിക, മരണനേരത്തു മലക്കുകൾ അവന്റെ അടുക്കൽ ഇറങ്ങും, അവരവിടെ സന്നിഹിതരാകും. വെറുതെ ഇറങ്ങുന്നതല്ല, അവര് പറയും, അല്ലാ തഖാഫൂ, പേടിക്കണ്ട കേട്ടോ, സങ്കടം വേണ്ട, ദുഃഖം വേണ്ട, ഒരിക്കലും വിഷമിക്കേണ്ടതില്ല. അബ്ശിറൂ ബിൽ ജന്ന അല്ലതീ കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗത്തെക്കുറിച്ച് സന്തോഷിച്ചോളൂ. പിന്നെ ഞങ്ങളെ കണ്ട് പേടിക്കണ്ട, ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. നഹ്നു ഔലിയാഉകും, ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാണ്. ഫിൽ ഹയാത്തി ദുനിയ, ഈ ലോകത്തും ഇനി പരത്തിലും അങ്ങനെ തന്നെയായിരിക്കും. വലക്കും ഫീഹാ, നിങ്ങൾക്ക് ആ സ്വർഗത്തിൽ എത്തിയാൽ നിങ്ങൾ ഇച്ഛിക്കുന്നതും ആഗ്രഹിക്കുന്നതെന്തും അവിടെ ലഭ്യമാണ്. വലക്കും ഫീഹാ മാ തദ്ഊൻ, അവിടെ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നതെന്തും കിട്ടുന്ന ലോകമാണ്. പ്രയാസത്തിന്റെ ലോകമല്ല, ടെൻഷന്റെ ലോകമല്ല, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളുടെ ലോകമല്ല. ശാന്തിയുടെ ദാറുസ്സലാമാണത്, സമാധാനത്തിന്റെ നികേതനാണത്. അവിടേക്കാണ് ചെല്ലാനുള്ളത്, അവിടെയാണ് നിങ്ങൾക്കുള്ള ഇതിനൊക്കെയുള്ള പ്രതിഫലം. നിങ്ങൾ ഇവിടെ എന്തധ്വാനിച്ചാലും ശരിക്കുള്ള പ്രതിഫലം നൽകാൻ ഇവിടെ വകുപ്പില്ല. ആർക്കും നിങ്ങൾക്ക് മതിയാകുവോളം തരാനും കഴിയില്ല. മറിച്ചതാ നാഥൻ ഒരു വിരുന്നൊരുക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് പുറപ്പെട്ടോളൂ. നുസുലം മിൻ ഗഫൂരിർ റഹീം, എല്ലാം പൊറുക്കുന്ന ഗഫൂർ റഹീമുമായ നാഥൻ ഒരുക്കി വെച്ച വിരുന്ന് സൽക്കാരമാണ് കിട്ടാനുള്ളത്. നല്ല നല്ല കാഴ്ചകൾ, നല്ല നല്ല വാക്കുകൾ, നല്ല നല്ല രൂപത്തിലുള്ള കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ സാധിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എങ്കിൽ സഹോദരന്മാരെ, ആ മാർഗമല്ലേ നമ്മൾ അന്വേഷിക്കേണ്ടത്? ആ മാർഗത്തിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നല്ലേ ഞാൻ ചിന്തിക്കേണ്ടത്? ഏറ്റവും പ്രധാനം എന്താണ്? നമ്മുടെ ആ പ്രഖ്യാപനം ഉണ്ടല്ലോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, സത്യസാക്ഷ്യത്തിന്റെ വചനത്തിന്റെ ഒന്നാമതല്ലേ പറയുന്നത്. അതിന്റെ രണ്ടാമത്തെ ഭാഗം അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, വളരെ കൃത്യമായി ലോകത്തിന്റെ മുമ്പിൽ നിന്നതാ നിരന്തരം നമ്മുടെ ബാങ്ക് വിളികൾ മുഴങ്ങുന്ന പള്ളി മിനാരങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ നമ്മുടെ നിസ്കാരങ്ങളിലൂടെ, ഇഖാമത്തുകളിലൂടെ, പ്രിയമുള്ളവരെ, നമ്മളത് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഏകനായ അല്ലാഹുവല്ലാതെ എനിക്ക് ആരാധ്യനില്ലേ ഇല്ല, അതിന് ഞാൻ സാക്ഷിയാണ്. അതുപോലെ തന്നെ ആ റബ്ബ് ഞങ്ങളിലേക്ക് അയച്ച മഹാനായ വ്യക്തിത്വമായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ വഹി അനുസരിച്ചുകൊണ്ട് ഞങ്ങളിലേക്ക് നിയുക്തനായ ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളുടെ പ്രവാചകനാണ്, ഞങ്ങളുടെ നബിയാണ്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തിത്വമാണ്. ഇത് നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പ്രിയമുള്ളവരെ, അതിൽ തന്നെ മുന്നോട്ട് പോയി ജീവിച്ചാൽ, അങ്ങനെ തന്നെ നീ ജീവിച്ചു കഴിഞ്ഞാൽ നിനക്ക് അതേ അർത്ഥത്തിലുള്ള സന്തോഷത്തിന്റെ വാക്കുകൾ കേട്ട് കാഴ്ചകൾ കണ്ട് മരിക്കാൻ പറ്റും എന്ന് പറയുമ്പോ പരമപ്രധാനമായ ആ ഒരു വാചകം റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന് പറയുന്നത് നിസ്സാരമാണോ? റബ്ബ് അള്ളയാണെന്ന് പറയുന്നവർ ലോകത്ത് എത്രയോ കക്ഷികളുണ്ട്, എത്ര ആളുകളുണ്ട്. അള്ള ഞങ്ങളുടെ റബ്ബാണെന്ന് പറയുന്നു, പക്ഷേ ആ പറയുന്ന ഞങ്ങളുടെ യജമാനൻ, ഞങ്ങളുടെ ഏകനായ ആരാധ്യൻ അള്ളയാണെന്ന് പറയുന്നതിനോട് കൂറ് പുലർത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ ആ റബ്ബിന്റെ ഒരു ഗുണവിശേഷണങ്ങളെയും റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിത്വങ്ങൾക്കാണെങ്കിൽ പോലും നമ്മൾ വകവെച്ചു കൊടുക്കാൻ പാടില്ല. അതാണല്ലോ അള്ള പഠിപ്പിച്ച തൗഹീദ്. അതാണ്